എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അഭിഭാഷകനിൽ നിന്ന് ഒരു ബിസിനസ്സുകാരിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ നിമിത്തമാണ് അനിൽ സാർ. ഞാൻ 2021 സാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നതാണ്. എനിക്ക് വയനാട്ടിൽ അരയാൽ ലക്ഷറി റിസോർട്ട് എന്ന് പറയുന്നൊരു റിസോർട്ടുണ്ട്. എഡ്യൂഫ്ലെയർ ലേണിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. ഇത് രണ്ടും വളരെ നന്നായി പോകുന്ന സ്ഥാപനമാണ്. എൻ്റെ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലെ ഗ്രാജുവേഷനായിരുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ പല വിധത്തിലുള്ള ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുണ്ടാവും. എന്നാൽ ഒരു സ്ഥലത്തെ ഒരു ക്യാമ്പസിൽ അറ്റ് എ ടൈമിൽ 2000-ലധികം ആളുകളെ ഓഫ്ലൈനായിട്ട് ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ നല്ല ലോകത്തൊരു സ്ഥലത്തുമില്ല. നിങ്ങൾ ഗൂഗിളിലോ ChatGPT-യിലോ എവിടെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ലോകത്തിലെ തന്നെ യുണീക്കായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യാനുള്ള കഴിവ് എനിക്ക് ലഭിച്ചത് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ്. സാറ് പഠിപ്പിക്കുന്ന പല പല കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തും മനസ്സിലാക്കിയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടും നമ്മുടെ ഓർഗനൈസേഷൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ടുമൊക്കെ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിസിനസ്സിനുള്ളിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്. നിങ്ങളെപ്പോലെ ഇന്ന് സ്ട്രഗിൾ ഉണ്ടെന്ന് പറഞ്ഞ ആളുകളെപ്പോലെ ഒരു കാലത്തും ഞാൻ വളരെയധികം സ്ട്രഗിളിൽ കൂടിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കോവിഡിൻ്റെ സമയത്താണ് ഞാൻ എൻ്റെ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്കറിയാം, ആ സമയത്തുണ്ടാകുന്ന സ്ട്രഗിളൊക്കെ നിങ്ങൾക്കറിയാം. പലപ്പോഴും വാടക കൊടുക്കാനൊക്കെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് വാടക കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് എനിക്ക് കോൺഫിഡൻസോടുകൂടി എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഈ വർഷം കൊച്ചിയിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കോഴിക്കോട് 2000-ലധികം ആളുകളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ വന്ന് ഞാൻ 5000 നമ്പറാണ് ഫോക്കസ് ചെയ്യുന്നത്. ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മളെല്ലാ കാലവും സ്ട്രഗിൾ ചെയ്യാനാണോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? നമുക്ക് ഫ്രീ ആയിരിക്കാൻ, നമുക്ക് പണം കിട്ടാൻ, നമുക്ക് സന്തോഷിക്കാൻ, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ, വരാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അനിൽ സാറിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ പറ്റുന്നത്? സാറിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, സാർ ഇത്രയും വർഷമായി ഒരുപാട് ബിസിനസ്സുകാരെ പഠിപ്പിച്ചും അവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയും വീണ്ടും വീണ്ടും റിഫൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. സാറ് വളരെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, തിയറിറ്റിക്കൽ ആസ്പെക്ട്സിലല്ല. സാറ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്ക് വിജയമുണ്ട്. ഞാനൊരു ഉദാഹരണം എൻ്റെ കാര്യത്തിൽ പറയാം. ഞാൻ സാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യം പഠിച്ചൊരു കാര്യമാണ്, നല്ലൊരു സെയിൽസ് ടീം ഇല്ലാതെ ഒരു ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ സാധ്യമാവത്തില്ല എന്നുള്ള കാര്യം. ആ ഇൻസൈറ്റ്സ് ആണ് ആദ്യം ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഉൾക്കൊണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് ഒരു ബെസ്റ്റ് സെയിൽസ് ടീമിനെ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിലാണ്. രണ്ടാമതായിട്ട് ഞാൻ പഠിച്ചു, ഇപ്പോഴത്തെ കാലമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, 2021-ലെ കാര്യമാണ് പറയുന്നത്. അന്ന് സാറ് പഠിപ്പിച്ചു, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാൻ പഠിക്കണം. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന 2000-ലധികം കുട്ടികളോട്, ഏത് കുട്ടികളോട് ചോദിച്ചാലും എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അവരെ ഓർഗനൈസേഷനിൽ പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. അവർ തുടർച്ചയായിട്ട് വീഡിയോ കാണുമ്പോൾ അവർ നമ്മളോടൊരു അഡിക്ഷൻ വരും, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അവർ വരും. അപ്പം ഈ കാര്യം സാറ് എന്നെ പഠിപ്പിച്ചു. 2021 ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്തു, ഞാൻ വിജയിച്ചു. ഇങ്ങനെ ഓരോ രംഗത്തും, നമ്മുടെ സിസ്റ്റത്തിൻ്റെ കാര്യമാണെങ്കിലും പ്രോസസ്സിൻ്റെ കാര്യമാണെങ്കിലും ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കാനും പറഞ്ഞു തരാനും പറ്റുന്ന ഒരാളാണ് അനിൽ സാറ്. അപ്പം നിങ്ങളെല്ലാവരോടും ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, സാറിൻ്റെ ഒപ്പം, സാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിജയമുണ്ടാവും.